നിലയ്ക്കാത്ത ഘടികാരങ്ങൾ. ചെറുകഥ. രചന പ്രമോദ് പഞ്ചമി. ശബ്ദം അഷ്റഫ് കല്ലോട്. തിരക്കുള്ള റോഡിലൂടെ ഞങ്ങളുടെ കാർ ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കുകയായിരുന്നു. കാറിനുള്ളിലെ നിശബ്ദത എന്റെ മനസ്സിനെ വല്ലാത്തൊരു വിജനതയിലേക്ക് മാടി വിളിക്കുകയായിരുന്നു. ആളുകൾ കൂടിയ റോഡിൽ ഡ്രൈവർ വളരെ പ്രയാസപ്പെട്ടാണ് തന്റെ വാഹനം ഓടിക്കുന്നത്. സൈഡ് ഗ്ലാസിലൂടെ പുറത്തുള്ള അപരിചിത മുഖങ്ങളിൽ ഞാൻ ആകാംക്ഷയോടെ തിരക്കുകയായിരുന്നു. ജീവിത വഴികളിൽ എവിടെ വെച്ചെങ്കിലും കണ്ട ഒരു പരിചിതനായി. അപരിചിത മുഖങ്ങൾക്കിടയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന വിഷമത മറയ്ക്കാൻ ആ സുഹൃത്തിനൊപ്പം കൂടാമായിരുന്നു. നഗരത്തിരക്കിന്റെ വന്യതയിൽ നിന്ന് ഞങ്ങളുടെ യാത്ര പ്രകൃതിയുടെ വശ്യ മനോഹര സൗന്ദര്യത്തെ തഴുകി തലോടി ചെന്നു നിന്നത് വലിയൊരു ഗേറ്റിന് മുന്നിൽ. ഒരു ഗോപുരം കണക്കെ ഉയർന്നു നിൽക്കുന്ന ഗേറ്റിന്റെ കമാനത്തിൽ ഏതോ ശില്പിയുടെ കരവിരുതിനാൽ എഴുതിയ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചപ്പോൾ ഉള്ളിലൊരു നടുക്കമായിരുന്നു. നിറയെ പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടവും അതിനിടയിലായി കുറെ സിമന്റ് ബെഞ്ചുകളും അവിടെയായി മനോഹരമായ പ്രതിമകളും ഇതിന്റെയെല്ലാം നടുവിലായി എനിക്ക് ആതിഥ്യമരുളാൻ കാത്ത് മഞ്ഞുമലയിലെ ചില്ലുകൊട്ടാരം. വണ്ടി നിന്നപ്പോൾ അപ്പാ ഇറങ്ങാം. നിശബ്ദതയുടെ ഇരുളിലൂടെ ഭൂമിയെ ഇടിലം കൊള്ളിച്ചു വന്ന മിന്നലിന്റെ ചിൽക്കാരമായി എനിക്ക് തോന്നി മകന്റെ ആ വാക്കുകൾ. മറുപടിയായി നിർവികാരതയിൽ അലിഞ്ഞ ഒരു മൂളൽ മാത്രം. കയ്യിലെ തുകൽ സഞ്ചി നെഞ്ചോട് ചേർത്ത് കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അപ്പോഴേക്കും ആതിഥ്യമരുളാൻ 2-3 പേർ വന്നു. അവർ മകനുമായി സംസാരിക്കുന്നത് കണ്ടു. ഒടുവിൽ എല്ലാം പറഞ്ഞുറപ്പിച്ച് എന്റെ മുഖത്തേക്ക് നോക്കി മകൻ പറഞ്ഞു, അച്ഛാ, എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത വർഷം വരാം. പറഞ്ഞു തീർന്നില്ല, അവന്റെ ഫോൺ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഹലോ, എടി, കാര്യങ്ങളൊക്കെ ഓക്കെ. എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ തിരിക്കുകയാണ്. എല്ലാം വിശദമായി അവിടെ വന്നിട്ട് പറയാം. ഫോൺ കട്ട് ചെയ്തു. എനിക്ക് നേരെ തിരിഞ്ഞ് എന്നോടായി പറഞ്ഞു, അച്ഛാ, മറ്റ് വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തൽക്കാലം ഇവിടെ കഴിയുക. ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി വളർത്തിയ എന്റെ മക്കൾ. ഇടനെഞ്ചിലെ വിങ്ങൽ ഒരു ചുടുനിശ്വാസമായി അവന് മുന്നിൽ ശിരസുയർത്തി. എന്റെ ഇനിയുള്ള കാലം ഇവിടെ കഴിച്ചുകൂട്ടാം. എന്റെ ജീവിതചര്യകളെ ഇവിടെ അടിയറ വെക്കാം. ഭൂതകാലത്തിലെ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ പുതിയ ഗൃഹാതുരതയിൽ അടിയറ വെക്കേണ്ടി വരികയാണ്. പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടേണ്ടി വന്നിരിക്കുന്നു. സാന്ത്വനത്തിനായി ചുറ്റും പരിധി നോക്കി. പക്ഷേ എല്ലാ മുഖങ്ങളിലും നിസ്സംഗത നിഴലിക്കുന്നത് ഞാൻ കണ്ടു. അച്ഛാ, ഞാൻ പോവുകയാണ്. പോകാനായി തിരിഞ്ഞ മകനെ നിസ്സംഗതയുടെ മൗന നൊമ്പരങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മോനെ എന്ന് അറിയാതെ വിളിച്ചുപോയി. എന്താ അച്ഛാ? അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് തിരക്കാണെന്നറിയാം. എന്നാലും അടുത്ത ജനുവരിയിലാണ് അവളുടെ ആണ്ടുദിനം. അതിന് നീ വരില്ലേ? വരാൻ ശ്രമിക്കാം. ലീവ് കിട്ടിയാൽ തീർച്ചയായും. യാത്ര പറയുന്നില്ല. അവൻ തിരികെ ഞങ്ങൾ വന്ന കാറിനെ ലക്ഷ്യമാക്കി നടന്നു. ഈ ശോകമുഖമായ ചുറ്റുപാടുകൾ അന്യമാകുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ എന്നിൽ നിന്നകലുന്ന എന്റെ മകനെ നോക്കി നിന്നു. നിറയുന്ന മിഴിക്കോണിലെ ജലഗണങ്ങളെ തടയണ കെട്ടി നിർത്താൻ പാടുപെട്ട കൺപീലികൾ ഒടുവിൽ കവിളുകളിൽ പാടുകൾ വീഴ്ത്തി അവനിയിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരുന്നു. വാ പോകാം, റൂം കാണിച്ചു തരാം. തോളിൽ തട്ടി വിളിച്ചപ്പോൾ മർത്യവ്യതയുടെ കൊടുമുടിയിൽ നിന്ന് സാന്ത്വനത്തിന്റെ തണുപ്പുള്ള താഴ്വരയിൽ സുഖശീതളയിലെത്തിയ പോലെ കൈകൾ കൊണ്ട് 2 കണ്ണുകളും അമർത്തി തുടച്ച് അപരിചിതനോടൊപ്പം. നീണ്ട വരാന്തയെ പിന്തള്ളി നടക്കുന്നതിനിടയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന അപരിചിതനോട് ചോദിച്ചു, ഇവിടെ എന്നെപ്പോലെ എത്ര പേരുണ്ട്? നിങ്ങളും കൂടെ ആവുമ്പോൾ 164. സംശയമില്ലാതെയായിരുന്നു അയാളുടെ മറുപടി. പിന്നെ അയാളോടൊന്നും ചോദിച്ചില്ല. കുറച്ചുകൂടി നടന്നപ്പോൾ അയാൾ പറഞ്ഞു, അതാണ് നിങ്ങളുടെ മുറി. എന്നെ മുറിയിലേക്ക് കയറ്റി അയാൾ തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി. എല്ലാവരും പുഞ്ചിരിക്കുന്നതോടൊപ്പം എന്നെ സ്വാഗതം ചെയ്യുന്നുമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ചിരികളിലെല്ലാം വിഷാദഭാവം ഞാൻ കണ്ടു. എല്ലാവരിൽ നിന്നും മുഖം തിരിച്ച് എനിക്കായി ഒരുക്കിയ കട്ടിൽ ചെന്നിരുന്നു. അപരിചിതരാണ് എല്ലാവരും. എന്നിരുന്നാലും പരസ്പരം ഒരു അടുപ്പം ഞങ്ങളിൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. വർണ്ണമനോഹര ഛായങ്ങൾ കൊണ്ട് വരച്ച അതിസുന്ദരമായ ജീവിത ചിത്രങ്ങളിൽ ചിതലരിക്കാൻ തുടങ്ങിയത് എന്നു മുതലായിരുന്നു. അവരുടെ ആകസ്മികമായ വേർപാട് ശരിക്കും അതായിരുന്നില്ലേ എന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചത്? എന്റെ ജീവിതചര്യകളെ മനസ്സിലാക്കി കൂടെ നടന്ന് ഇത്ര നേരത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോഴും അവരുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു.
ഇല്ല, എനിക്കൊന്നുമില്ല, വിഷമിക്കരുത്. നമ്മുടെ മക്കൾ നമ്മെ നല്ല പോലെ സംരക്ഷിക്കും. അവളുടെ ഇടറിയ വാക്കുകൾ ഇപ്പോഴും കാതുകളിൽ അലയടിക്കുകയാണ്. പലപ്പോഴും പറഞ്ഞിരുന്നു, അങ്ങ് പോയതിനു ശേഷം മാത്രമേ ഞാൻ ഈ ലോകത്തോട് വിട പറയൂ. അന്ന് ആ വാക്കുകൾ ജീവിക്കാനുള്ള ആഗ്രഹവും അവരുടെ സ്വാർത്ഥതയുമായി എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് 4 ചുവരുകൾക്കുള്ളിൽ കാലം കഴിച്ചുകൂട്ടാൻ വിധി തീർപ്പ് കൽപ്പിച്ചപ്പോഴാണ് അവരുടെ വാക്കുകളുടെ അർത്ഥവ്യാപ്തി തിരിച്ചറിയാൻ കഴിയുന്നത്. വിഷാദമോഹതയുടെ ഏതോ അതിർവരമ്പിൽ നിന്ന് എൻ്റെ വിഹ്വലതകൾ കാണുന്നുണ്ടാവാം. എൻ്റെ ആവശ്യങ്ങൾ അറിയാൻ ഘടികാര സൂചിയുടെ ചലനമാനങ്ങൾ നോക്കേണ്ടി വന്നതായി എൻ്റെ അറിവിലില്ലായിരുന്നു. പിടയുന്നുണ്ടാവാം. വിളറി വരണ്ട കവിൾത്തടങ്ങളിൽ ചാലിട്ട കണ്ണീർ കടങ്ങൾ നിളയുടെ ഓളപ്പരപ്പുകൾ തീർത്തിട്ടുണ്ടാവാം. പിടയുന്ന മനസ്സിനെ സാന്ത്വനത്തിന്റെ തണുപ്പുള്ള താഴ്വരയിലെത്തിക്കാൻ നിദ്രയാണ് അഭികാമ്യമെന്ന് ഇന്ദ്രിയങ്ങളും മനസ്സിലാക്കിയോ? നിദ്രയുടെ വ്യജനനിലയിൽ ഏതോ മഞ്ഞുമൂടിയ താഴ്വരയിലൂടെയുള്ള സ്വപ്നാടനം. ധൂമമേഘപാളികൾക്കിടയിൽ നിരവധി മുഖങ്ങൾ വിവിധ ഭാവങ്ങളാൽ എന്നെ നോക്കുന്നു. ആ മുഖങ്ങളിൽ ഞാൻ തിരയുന്നത് എനിക്ക് പരിചയമുള്ള മുഖം എങ്ങും കാണുന്നില്ലല്ലോ. തിരഞ്ഞ വഴികളും പുതിയ വഴികളും തെരഞ്ഞു മടുത്തു. ഒടുവിൽ വിഷാദം തുളുമ്പുന്ന മുഖത്താൽ തല കുനിച്ചിരിക്കുന്ന രൂപം തല ഉയർത്തി എന്നെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ദുഃഖഭാരത്താൽ ആ കണ്ണുകൾ നിറയുന്നു. ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലേ? ആ ചോദ്യത്തിനുത്തരമായി ഒരു മൂളൽ മാത്രം എനിക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞുള്ളൂ. ആ മിഴിക്കോണുകളിൽ അശ്രബിന്ദുക്കൾ തുന്നിച്ചേർത്ത വികൃതരേഖകൾ തെളിയുകയും മായുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇടവേളയിൽ എപ്പോഴോ കൈകൾ വായുവിലുയർത്തി എന്നെ മാടി വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ആയുസിന്റെ ഘടികാര സൂചികൾ അക്കങ്ങളെ വകവെക്കാതെ കറങ്ങുന്നുണ്ടായിരുന്നു. നന്ദി, നമസ്കാരം.